ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള 5 വർക്കിംഗ് നോട്ട്സ് ഈ 5 വർക്കിംഗ് നോട്ട്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറച്ച് ഗ്രൗണ്ട് റൂൾസ് നമ്മൾ പഠിക്കാനുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസും കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു സ്പെസിഫിക് വീഡിയോയിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ മേലെ വേണം നമ്മൾ ആഡ് ഓൺ ചെയ്ത് വരാൻ. ഇനി എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസിക് ഐഡിയ ഞാൻ തരും. അതിനുശേഷം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ വന്നാൽ ഓരോ വർക്കിംഗ്സിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരിക, നമ്മുടെ ഫോർമാറ്റിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് വരിക, അങ്ങനെ അഡീഷണലി ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും ഗ്രൗണ്ട് റൂൾസും നമുക്ക് നോക്കാം. ഓക്കെ, സോ സ്ക്രീനിൽ കാണുന്നത് പോലെ 5 റൂൾസ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓരോ റൂളും എങ്ങനെ വരുന്നത് അത് ഇനീഷ്യലി പറയും, എന്നിട്ട് ഒരു FS എടുത്ത് കാണിച്ചു തരാം അതെങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടെ നോക്കുന്ന പോലെ ഫസ്റ്റ് നോക്കാം. ആഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ പാരന്റ് ആൻഡ് സബ്സിഡറി ടുഗെദർ. അതായത് ലൈൻ ബൈ ലൈൻ ബേസിസിൽ ഓരോ ലൈൻ ബൈ ലൈൻ ബേസിസിലും നമ്മൾ സബ്സിഡറിൻ്റെയും അതേപോലെ പാരന്റിൻ്റെയും അല്ലെങ്കിൽ പാരന്റിൻ്റെയും സബ്സിഡറിൻ്റെയും അസറ്റ്സ് ലൈൻ ബൈ ലൈൻ ബേസിസിൽ ആഡ് ചെയ്തിട്ട് വേണം കൺസോളിഡേറ്റഡ് FS ഉണ്ടാക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. നമുക്ക് നോക്കാം, ഒരു FS എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ അസ്യൂം ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ എങ്കിൽ നോൺ കറന്റ് അസറ്റ്സിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ഡി എന്ന് പറയുന്നത് നമ്മുടെ പാരന്റും ജെ എന്ന് പറയുന്നത് സബ്സിഡറി ആണ് അസ്യൂം ചെയ്യുക. ഡി എന്ന് പറയുന്നത് നമ്മുടെ പാരന്റും ജെ എന്ന് പറയുന്നത് സബ്സിഡറി ആണ് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി ഇത് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഒരു അസറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈബിലിറ്റി ആണെങ്കിൽ ലൈൻ ബൈ ലൈൻ ബേസിസ് നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസ് പറയുന്നതാണെങ്കിൽ ഇവിടെ 85,000 ഡീൻ്റെ അസറ്റായിട്ട് PPE ഉണ്ട്, പ്ലസ് 18,000 ജെൻ്റെ കയ്യിലുണ്ട്. സോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് 85,000 പ്ലസ് 18,000 ആഡ് ചെയ്തിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് FS എത്ര കാണിക്കാന്ന് വെച്ചാൽ 103,000. ഇതാണ് കൺസോളിഡേറ്റഡ് SOFPയിൽ നമ്മൾ കാണിക്കുക PPE എന്ന് പറഞ്ഞിട്ട്. PPE എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ കൺസോളിഡേറ്റ് എന്ത് ചെയ്യണം, രണ്ടും ആഡ് ചെയ്ത് കാണിക്കണം. പാരന്റിന്റെ ഫിഗറും അതേപോലെ സബ്സിഡറിന്റെ ഫിഗറും ലൈൻ ബൈ ലൈൻ ബേസിസിൽ. അതെന്താ ലൈൻ ബൈ ലൈൻ ബേസിസിൽ ഓരോ കാര്യങ്ങളും ഇതൊരു ലൈനാണ്. അതേപോലെ ലൈക്ക് ഒരു ലൈബിലിറ്റി പാർട്ട് എടുക്കുന്നതാണെങ്കിൽ ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ ലൈബിലിറ്റി ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. സോ ഇത് ഇഗ്നോർ ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, ഓരോ അസറ്റും ഓരോ ലൈബിലിറ്റിയും ലൈൻ ബൈ ലൈൻ ബേസിസിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ഇവിടെ എന്താ ചെയ്തത് 85,000 പ്ലസ് 18,000. അതാണ് ഒന്നാമത്തെ റൂള്. സോ ഒന്നാമത്തെ റൂൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അസറ്റും ലൈബിലിറ്റിയും ലൈൻ ബൈ ലൈൻ ബേസിസിൽ നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ റൂൾ നോക്കാം. ഒന്നാമത്തെ റൂൾ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ റൂള്, റിപ്ലേസ് ദ പാരന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി വിത്ത് ഗുഡ് വിൽ ഇൻ ദ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്. സോ അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, റിപ്ലേസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി. സോ ആദ്യം ഇൻഡിവിജ്വൽ FS ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യനിൽ കാണുന്ന ഇൻഡിവിജ്വൽ FS ആണ്. അതായത് ഇത് ക്വസ്റ്റ്യൻ ആണ്, ആൻസർ അല്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇൻഡിവിജ്വൽ FS ആണ്. ഇവിടെ D എന്ന് പറയുന്ന പാരന്റും ഉണ്ട്, J എന്ന് പറയുന്ന സബ്സിഡറി ഉണ്ട്. സോ D എന്ന് പറയുന്ന പാരന്റിന്റെ FS ആണല്ലോ ഈ കൊടുത്തിരിക്കുന്നത്. സോ ഈ ഫിഗറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഷെയർസ് ഇൻ J, അതായത് D എന്ന് പറയുന്ന കമ്പനി J എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു അസറ്റ് ആണല്ലോ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അസറ്റ് ആണ്. ഈ അസറ്റ് ആണ് ഇവർ 16,000 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. 60,000 എന്ന് പറഞ്ഞിട്ട് ഇവരൊരു അസറ്റ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആര്, D എന്ന് പറയുന്ന കമ്പനി J എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിനെ ഒരു അസറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഇൻഡിവിജ്വൽ FS സിംഗിൾ FSൽ D അത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളെ റൂൾ എന്താണെന്ന് വെച്ചാൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് FS ആക്കി മാറ്റുന്ന സമയത്ത് ഈ ഒരു ഫുൾ ലൈൻ നമ്മൾ വെട്ടിക്കളയണം. ഈ ഒരു ഫുൾ ലൈൻ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം, ഒഴിവാക്കണം. പകരം നമ്മളൊരു ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട്, ഈ ഗുഡ് വിൽ നിങ്ങൾ എവിടെ ഇതിന് മുമ്പ് കേട്ടത്, അതെ വർക്കിംഗ് നോട്ട് നമ്പർ 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് ഗുഡ് വിൽ ഇല്ലേ, ഗുഡ് വിൽ അറ്റ് ദ റേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് എന്നുള്ള ആ ഫിഗർ വേണം ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ് വിൽ എന്ന് പറയുന്ന ഫിഗർ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഐറ്റം ആയിട്ട് കൺസോളിഡേറ്റഡ് SOFPയിൽ കാണിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ്. സോ ഇതിന്റെ ആൻസർ പാർട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. സോ ഇതാണ് ഇതിന്റെ ഒറിജിനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഞാൻ നേരത്തെ PPEന്റെ കേസ് പറഞ്ഞിട്ടില്ലായിരുന്നു. PPEന്റെ കേസ് എന്താ ചെയ്തത്, 85,000 പ്ലസ് 18,000 ഇവർ ആഡ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് FSൽ ഇവർ എത്ര ചെയ്തത്, 103,000 എന്ന് പറയുന്നത് $103,000 എന്നുള്ള ഫിഗറിലാണ് ഇവർ കൺസോളിഡേറ്റ് ചെയ്തത്. സോ ഇതൊരു കൺസോളിഡേറ്റഡ് FS ആണ് കേട്ടോ.
ഓക്കെ, ഇനി അടുത്ത ഗുഡ് വിൽ ഇവർ എന്താ ചെയ്തത്? ഗുഡ് വിൽ എന്താ ചെയ്തതെന്നല്ല, ഞാൻ രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ജെ, അതായത് പാരന്റ് കമ്പനി എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലും അല്ല സബ്സിഡറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ സിംഗിൾ എഫ്എസിൽ അത് അവർ കാണിച്ചിട്ടുണ്ടാവും, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ സിംഗിൾ എഫ്എസ് കാണിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ കൺസോൾഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ സിംഗിൾ എഫ്എസിലുള്ള ഫിഗർ വെട്ടിക്കളയണം, ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ലൈനെ വെട്ടിക്കളയണം, എന്നിട്ട് അതിന് എന്ത് വെച്ച് റിപ്ലേസ് ചെയ്യണം, ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ വെച്ച് റിപ്ലേസ് ചെയ്യണം. സോ അതാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് പറഞ്ഞിട്ട് ഒരു അസറ്റ് കാണുന്നുണ്ടോ? ഇല്ല. പകരം നമ്മൾ എന്താ ചെയ്ത്, ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഫിഗർ എടുത്തിട്ട് ഇവിടെ എഴുതി. സോ ഗുഡ് വിൽ കാൽക്കുലേഷൻ ഒക്കെ മൂവിങ് ഫോർവേഡ് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ ഇവിടെ എനിക്ക് പറയാനുള്ള എന്താ, രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യെസ്, റിപ്ലേസ് ദ പാരന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി. പാരന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഫിഗർ വെട്ടിയിട്ട് പകരം ഗുഡ് വില്ലിനെ വെച്ച് അത് റിപ്ലേസ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. ഒന്നാമത്തെ റൂള് അസറ്റും ലൈബിലിറ്റിയും ലൈൻ ബൈ ലൈൻ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്തിട്ട് എഴുതണം. രണ്ടാമത്തെ റൂൾ എന്താ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് പറയുന്ന ഫിഗർ വെട്ടിക്കളഞ്ഞിട്ട് പകരം ഗുഡ് വില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ ഐറ്റം നമ്മൾ കാണിക്കണം അസറ്റ് പാർട്ടിൽ. സോ രണ്ട് റൂൾസ് നമ്മൾ ഗ്രൗണ്ട് റൂൾസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ റൂൾ നോക്കാം. ഡു നോട്ട് ആഡ് ദ പാരന്റ്സ് സബ്സിഡറി അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയം, ഓൺലി ദ പാരന്റ്സ് ഇക്വിറ്റി ഷുഡ് ബി ഷോൺ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. സോ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അസറ്റും ലൈബിലിറ്റിയും മാത്രമേ ലൈൻ ബൈ ലൈൻ ബേസിസിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ മൂന്നാമത്തെ ഐറ്റം എന്താ, അസറ്റും ലൈബിലിറ്റി പ്ലസ് ഇക്വിറ്റിയും കൂടി വരുന്നില്ലേ? നമ്മൾ എപ്പോഴും പറയും ഇക്വേഷൻ അങ്ങനെയല്ലേ, അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്നല്ല പറയാറ്. സോ ഇക്വിറ്റി എന്ന് പറയുന്ന പാർട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സബ്സിഡറിൻ്റെ അടുത്ത് എഴുതാൻ പാടില്ല. പകരം നമ്മൾ ആരുടെ എഴുതാൻ പാടുള്ളൂ, പാരന്റിന്റെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. സോ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇക്വിറ്റി പോർഷനിൽ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും നമ്മൾ ആരുടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, പാരന്റിന്റെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. സബ്സിഡറിന്റെ ഇഗ്നോർ ചെയ്യണം, കൺസിഡർ ചെയ്യാൻ പാടില്ല. അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ മൂവിങ് ഫോർവേഡ് ടുവേർഡ്സ് ദി എൻഡ് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ഇക്വിറ്റി പാർട്ട് എഴുതുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ ഷെയർ പ്രീമിയം ആരുടെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, പാരന്റിന്റെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, സബ്സിഡറിന്റെ ഇഗ്നോർ ചെയ്യണം. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാ ഇവിടെ തന്നിട്ടുണ്ട് പാരന്റിന്റെ ഫിഗർ, പാരന്റിന്റെ ഷെയർ ക്യാപിറ്റൽ തന്നിരിക്കുന്നത് എത്രയാ, 65,000. അതേപോലെ സബ്സിഡറിന്റെ 20,000. യൂഷ്വലി അസറ്റും ലൈബിലിറ്റിയൊക്കെയാണ് നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 85,000 ഇവിടെ എഴുതിയിട്ടുണ്ടാവും. 85,000 എന്നായിരുന്നു എഴുതേണ്ടത്. പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ഇവരുടെ ആൻസറിൽ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് ഷെയർ ക്യാപിറ്റലിന്റെ കേസാണ്. ഷെയർ ക്യാപിറ്റൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ 85,000 ആണോ? അല്ല, പാരന്റിന്റെ ഫിഗറായ 65,000 മാത്രമാണ് ഇവർ ഡയറക്റ്റ്ലി എഴുതിയിട്ടുള്ളത്, അല്ലേ? 65,000 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതേപോലെ ഷെയർ പ്രീമിയം നിങ്ങൾ നോക്കി നോക്ക്. ഷെയർ പ്രീമിയം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഷെയർ പ്രീമിയം ഇവിടെ തന്നിട്ടുണ്ടാവും. ഷെയർ പ്രീമിയം 35,000 ഉണ്ട്, 10,000 ഉണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്യാണോ ചെയ്തത്? അല്ല, ഈ 10,000 നമ്മൾ മറന്നിട്ട് ആകെ നമ്മൾ എടുത്തിട്ടുണ്ടാകുക 35,000. ഇവരുടെ ആൻസർ എടുത്ത് നോക്കാം. ഇവിടെ ആൻസർ കണ്ടോ, 35,000 ആണ് നമ്മൾ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്, 35,000. ഓക്കെ, അതാണ് മൂന്നാമത്തെ റൂള്. നമ്മൾ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം ആരുടെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, ഇക്വിറ്റി പാർട്ടായ ആരുടെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ, പാരന്റിനെ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. സോ ഇതാണ് മൂന്നാമത്തെ റൂളായിട്ട് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നാലാമത്തെ റൂളാണ്. നമുക്ക് നാലാമത്തെ റൂൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയാനുള്ളത് ഷോ ദ NCI, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അതെന്താ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഈ പ്ലേലിസ്റ്റ് ത്രൂ ഔട്ട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. NCI എന്താണ്, ആരാണ് NCI, എന്തുകൊണ്ട് അവർ NCI ആവുന്ന അവരുടെ പേര് എന്തുകൊണ്ട് വന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ അത് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട റൂൾ എന്താണെന്ന് വെച്ചാൽ, SOFP പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വിറ്റീൻ്റെ അണ്ടറിലായിട്ട് ഇക്വിറ്റി പോർഷൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് NCI എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ ഐറ്റം NCI എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിഗർ എഴുതി വെക്കണം. ഈ NCI എനിക്ക് എവിടെ നിന്നാണ് കിട്ടുക? അതെ, വർക്കിംഗ് നോട്ട് നമ്പർ 4 നമ്മൾ പ്രിപ്പയർ ചെയ്ത സമയത്ത് NCI കാൽക്കുലേഷൻ ആയിരുന്നു. അത് ത്രൂ കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ലൈൻ ഐറ്റമായിട്ട് ഞാൻ NCI എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആൻസറിൽ കാണിക്കണം. അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. സോ ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻ അവർ തരില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, NCI കാൽക്കുലേറ്റ് ചെയ്യണം വർക്കിംഗ് നോട്ട് നമ്പർ 4 യൂസ് ചെയ്തിട്ട്. എന്താ ഇവരുടെ ആൻസർ കണ്ടോ, NCI നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വർക്കിംഗ് നോട്ട് നമ്പർ 4 എന്ന് എഴുതിയിട്ട് ഒരു ഫിഗർ കിട്ടി. അതെന്ത് ചെയ്യണം, ഇവർ ഇക്വിറ്റി പോർഷൻ അണ്ടറിൽ, അതായത് ഇക്വിറ്റി പോർഷൻ്റെ അണ്ടറിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വർക്കിംഗ് നോട്ട് നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, NCI എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതിയിട്ടുണ്ടാവും. സോ അതാണ് റൂൾ നമ്പർ 4 ആയിട്ട് നമുക്ക് പറയാനുള്ളത്. NCI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കണം. ഓക്കെ, സോ നാലാമത്തെ റൂൾ നമ്മൾ കവർ ചെയ്തു. സോ 4 റൂൾ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ, ഒന്നാമത്തെ എന്താ, അസറ്റും ലൈബിലിറ്റിയും ലൈൻ ബൈ ലൈൻ ബേസിസിൽ നമ്മൾ ആഡ് ചെയ്യണം. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് പറയുന്ന കാര്യം എടുത്ത് കളഞ്ഞിട്ട് ആ ലൈനെ വെട്ടി കളഞ്ഞിട്ട് പകരം ഗുഡ് വിൽ വെച്ച് നമ്മൾ റിപ്ലേസ് ചെയ്യണം. മൂന്നാമത്തെ എന്താ, ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം ഇക്വിറ്റി പോർഷൻ ആരുടെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, പാരന്റിനെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, സബ്സിഡറിനെ നമ്മൾ കൺസിഡർ ചെയ്യരുത്, ഇഗ്നോർ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് പറഞ്ഞത് എന്താ,
NCA എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ സിംഗിൾ ഐറ്റം ആയിട്ട് നമ്മൾ ഇക്വിറ്റി പോർഷൻ അണ്ടറിൽ കൺസോളിഡേറ്റഡ് FSന്റെ എന്താണ് ഇക്വിറ്റി പോർഷൻ അണ്ടറിലായിട്ട് NCAന്റെ ഒരു സിംഗിൾ ലൈൻ ഐറ്റം നമ്മൾ കാണിക്കണം. അത് വർക്കിംഗ് നോട്ട് നമ്പർ 4 യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ലാസ്റ്റ് ഗ്രൗണ്ട് റൂൾ പറയാം. ആഡ് ദ പാരന്റ് ഷെയർ ഓഫ് subsidiaries post acquisition retained earnings to group retained earnings. സോ ലാസ്റ്റ് റൂൾ ഞാൻ എഴുതി തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിലൂടെ തന്നെ കാണിച്ചു തരാം. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യനിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് പറഞ്ഞിട്ട് 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. പാരൻറ്റിൻ്റെയും തന്നിട്ടുണ്ട്, സബ്സിഡറിൻ്റെയും തന്നിട്ടുണ്ട്. സോ ഈ പാരൻറ്റിൻ്റെ 70,000 നമുക്ക് ഫുൾ അവകാശമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പാരൻറ്റിൻ്റെ ഫുൾ എമൗണ്ട്, അത് 70,000 എന്ന് പറയുന്ന ഫുൾ ഫിഗറിൽ എനിക്ക് ഫുൾ അവകാശമുണ്ട്, അത് എൻ്റെ തന്നെയാണ്. ഈ സബ്സിഡറിൻ്റെ കേസ് എടുക്കുന്നതാണെങ്കിലോ എനിക്കും അവകാശമുണ്ട്, അതേപോലെ NCAക്ക് അവകാശമുണ്ട്. സോ ഈ 25,000 മൊത്തമായി എടുത്ത് എൻ്റെതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആൻഡ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ അക്വയർ ചെയ്യുന്നതിന് മുൻപ് ഇവർ ഉണ്ടാക്കിയാൽ എനിക്ക് തീരെ അവകാശമില്ല. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഒരു ടൈം ലൈൻ വരയ്ക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഇത് 2016, 2017 ആൻഡ് 2018. സോ ഞാൻ അക്വയർ ചെയ്യുന്ന പോയിന്റ് 2017 ഇതിന് മുൻപ് ഇവരുണ്ടാക്കിയ പ്രോഫിറ്റിൽ എനിക്ക് അവകാശമില്ല, ഇതിന് ശേഷം ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ എനിക്ക് അവകാശമുള്ളൂ. ഞാൻ മുമ്പൊക്കെ NCA കാൽക്കുലേഷൻ്റെ ലൈക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 2 ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫിഗേഴ്സ് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ 70,000 ഡയറക്റ്റ്ലി എടുക്കും. 70,000 മൊത്തം നമുക്ക് അവകാശപ്പെട്ട തന്നെ നമ്മൾ തന്നെയാണ് പാരന്റ്. പക്ഷേ 25,000 നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റില്ല. നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഇവരെന്താണ് ഉണ്ടാക്കിയത് ആ ഫിഗേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് 5ാമത്തെ റൂളായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നല്ല ഇവർ എഴുതിയത്, പകരം ഇവർ എഴുതിയത് കണ്ടോ, ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ വേർഡ് കണ്ടോ, ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്. സോ 5ാമത്തെ റൂളായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൺസോളിഡേറ്റഡ് FS ഉണ്ടാക്കുന്ന സമയത്ത് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്ന വേർഡിന് പകരം ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് പറഞ്ഞിട്ട് ഒരു വേർഡ് എഴുതണം. അതിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗ്രൂപ്പിൻ്റെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഫിഗർ കണ്ടെത്താൻ. അത് എവിടുന്ന് എനിക്ക് കിട്ടിയത്, ഗ്രൂപ്പിൻ്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് എനിക്ക് എവിടുന്നാണ് കിട്ടുന്നത്, വർക്കിംഗ് നോട്ട് നമ്പർ 5 എന്നാണ്. വർക്കിംഗ് നോട്ട് നമ്പർ 5 എന്താ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രീവിയസ് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. സോ വർക്കിംഗ് നോട്ട് നമ്പർ 5 ചെയ്തിട്ടുണ്ടെങ്കിൽ പാരന്റിന്റെ ഫുൾ പ്രോഫിറ്റും അല്ലെങ്കിൽ ഫുൾ റീറ്റെയിൻഡ് ഏർണിങ്സും പിന്നെ നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിങ്സ് പറഞ്ഞിട്ട് NCA സബ്സിഡറി ഉണ്ടാക്കിയ ക്യാഷ് നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഫിഗറാണ് നമ്മൾ ഇവിടെ കാണിക്കുക, വർക്കിംഗ് നോട്ട് നമ്പർ 5 കാണിക്കുക. അതാണ് ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. സോ ഈ 5 റൂൾസ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമോ, ഈ ഫിഗേഴ്സ് എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഈ വീഡിയോനെ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഈ 5 റൂൾസ് ഉണ്ട്. ഈ 5 റൂൾസ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബ്രീഫ് ഐഡിയ തരിക എന്നുള്ളതാണ്. സോ ആ റൂൾസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ഓക്കെ, ആ റൂൾസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണെങ്കിൽ ആദ്യത്തെ എന്താ, അസറ്റും ലയബിലിറ്റിയും ലൈൻ ബൈ ലൈൻ ബേസിസിൽ എഴുതണം, റൂൾ നമ്പർ 1. രണ്ടാമത്തെ എന്താ, നമ്മൾ പാരന്റിന്റെ സിംഗിൾ FS എടുക്കുന്ന സമയത്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് മറ്റൊരു അസറ്റ് പോലെ കാണിച്ചിട്ടുണ്ടാവും, അതെടുത്ത് കളയുക കൺസോൾട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്. പകരം നമ്മൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം എടുത്തിട്ട് ഒരു അസറ്റ് പാർട്ടിൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് വെച്ച് റിപ്ലേസ് ചെയ്യാം, രണ്ടാമത്തത്. ആൻഡ് മൂന്നാമത്തെ എന്താ പറയുന്നത്, നമ്മൾ പാരന്റിന്റെ മാത്രമേ എന്ത് കാണിക്കാൻ പാടുള്ളൂ, ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം കാണിക്കാൻ പാടുള്ളൂ, സബ്സിഡറിന്റെ കാണിക്കാൻ പാടില്ല, അത് നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നാലാമത്തെ എന്താ, NCA എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി പോർഷൻ്റെ കൺസോളിഡേറ്റഡ് FSന്റെ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ഇക്വിറ്റിന്റെ ഏറ്റവും അണ്ടറിലായിട്ട് NCA എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ലൈൻ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആൻഡ് ലാസ്റ്റ് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് നിങ്ങൾ കാണിച്ചാൽ പോരാ, പകരം ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് നോട്ട് നമ്പർ 5 യൂസ് ചെയ്തിട്ട് കണ്ടെത്തിയിട്ട് അത് വേണം നമ്മൾ കൺസോളിഡേറ്റഡ് FSൽ എന്താ ഇക്വിറ്റി പോർഷൻ അണ്ടറിൽ റീറ്റെയിൻഡ് ഏർണിങ്സിന് പകരം റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ വീഡിയോനെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് കൺസോളിഡേഷൻ ചെയ്യേണ്ട അതിൻ്റെ ബേസിക് റൂൾസ്. അപ്പം ഇത് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ മേലെ ഇനിയും കുറേ കാര്യങ്ങൾ ഇനിയും എക്സ്ട്രാ പഠിക്കാനുണ്ട്. സോ ഇതൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോസിലാണ് കവർ ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് ടിൽ നൗ നിങ്ങൾ എന്താണോ പഠിച്ചത് അതിന് ഒരു ക്ലിയർ പിക്ചർ ആക്കി വെക്കുക, ഇങ്ങനെയൊക്കെയാണ് കൺസോളിഡേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു പ്രോപ്പർ ഐഡിയ ആക്കി വെക്കുക. ഇതിന് ശേഷം നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഫെയർ വാല്യൂ, അതേപോലെ ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ്, പെർപ്പ്, ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിനൊക്കെ മുൻപായിട്ട് ഇതിനെക്കുറിച്ച് ക്ലിയർ പിക്ചർ ഉണ്ടാക്കി വെക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്, മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.